ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ ഗെയിമാണിത്. ഈ ഗെയിം എങ്ങനെ ഹാക്ക് ചെയ്യാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞുതരും. ആദ്യം ഒരു കളർ മിന്നും, അപ്പോൾ ആ കളർ ഞെക്കുക. പിന്നെ രണ്ടാമത്തെ കളർ മിന്നും, അപ്പോൾ ആദ്യം മിന്നിയ കളർ രണ്ടാമത്തെ മിന്നിയ കളർ ഞെക്കുക. ദെൻ മൂന്നാമത്തെ കളർ മിന്നും, അപ്പോൾ നമ്മൾ ആദ്യം മിന്നിയ കളർ ഞെക്കണം, രണ്ടാമത്തെ മിന്നിയ കളർ ഞെക്കണം, ദെൻ മൂന്നാമത്തെ മിന്നിയ കളർ ഞെക്കണം, നാലാമത്തെ മിന്നും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഇത് മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ജസ്റ്റ് ഓക്കെ, അങ്ങനത്തെ ഒരു സിമ്പിൾ ഗെയിമാണിത്. ഓക്കെ, ഇത് റീസ്റ്റാർട്ട് അടിക്കാൻ പറ്റും. ദെൻ ഇവിടെ സ്കോർ ബോർഡ് നോക്കാൻ പറ്റും. ഇവിടെ സഞ്ജയ് സന്തോഷം കാണാം, ഞാൻ കളിച്ച് എത്തിച്ചതാണ്. സോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലൂടെയൊക്കെ എന്ത് ഹാക്കാണ്. ഓക്കെ, 40 അതൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചാറ്റ് റൂം, ഹൗ ടു പ്ലേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ചാറ്റ് റൂമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആർക്കും വേണമെങ്കിൽ ഇവിടെ റാൻഡായിട്ട് വന്ന് മെസ്സേജ് ചെയ്തിടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലവേഴ്സിനൊക്കെ വേണമെങ്കിൽ വന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിവിടെ ഞാൻ ഇവിടെ ബക്ക് സ്റ്റാർ ഈസ് ഹിയർ എന്നടിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ചാറ്റ് റൂമാണിത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ദെൻ ഇവിടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എഴുതി ഇവിടെ ഹൗ ടു പ്ലേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണമെങ്കിൽ. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ആ വീഡിയോ 2 വട്ടം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കാമെന്ന് മനസ്സിലാവും. അടിപൊളി ഗെയിമാണ്. ഓക്കെ, മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഗെയിമാണ്. നിങ്ങൾ ജസ്റ്റ് കളിച്ച് വയ്ക്കും. ഓക്കെ, ദെൻ ഇവിടെ രജിസ്ട്രേഷൻ ഒരു ഫോമുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഹാക്കർ 101 എന്ന് പറഞ്ഞ് ഞാൻ രജിസ്റ്റർ ചെയ്യാണ്. ദെൻ ഒരു പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് സ്കോർ ബോർഡൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതാണ് കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോസ് വേണമെങ്കിൽ വരും വീഡിയോസ് ഞാൻ ഇടാം. ഓക്കെ, ദെൻ ഇവിടെ ഹാക്കർ 101 സ്കോർ 0 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ നമുക്കിനി ഇതൊക്കെ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഗെയിം വരുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വ്യൂ പേജ് സോഴ്സ് എന്നാണ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വ്യൂ പേജ് സോഴ്സ് ഇത് ഞാൻ ഉണ്ടാക്കിയ കോഡാണ്. ഓക്കെ, ഇത് ബ്രൗസറിൽ കിടക്കുന്ന കോഡാണ്. ബാക്ക് എൻഡ് കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് ഫയലിലേക്ക് വന്നാൽ നമുക്കിവിടെ ഞാൻ എഴുതിയ കോഡൊക്കെ ഇത് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ് ഈ കോഡ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലെവൽ 1 ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ലെവൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. കോഡിങ് അറിയാവുന്നവർക്ക് മിക്കും മനസ്സിലാവുക. പിന്നെ ഇവിടെ ഞാൻ ഓരോ കറക്റ്റായിട്ട് വരുന്ന ഓരോ ലെവലിലും ഓരോ ലെവൽ ഇങ്ങനെ പ്ലസ് ചെയ്ത് പോവുക, അങ്ങനെ ഒരു കമാൻഡും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ XHR .send ലെവൽ, അതായത് ബാക്ക് എൻഡിലേക്ക് ലെവൽ സെൻഡ് ചെയ്യുക. അതായത് ബാക്കിൽ ഞാൻ റെൻഡർ എന്ന് പറഞ്ഞൊരു സെർവർ, അതായത് ക്രോമിൽ കിട്ടുന്ന സെർവറാണ് Node.js റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു സെർവർ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഫ്രീ സെർവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കോഡ് ചെയ്താണെന്ന് വിചാരിച്ചില്ല. കാരണം അതിൽ കോഡ് എഴുതി കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പോൾ ഗെയിം പ്ലേയബിൾ ആവില്ല. ഓക്കെ, കളിക്കാൻ പറ്റാത്ത ലെവലില്ല, അത്ര ലാഗ് അടിക്കും. കാരണം ഫ്രീ ആയിട്ടുള്ള പാക്കേജാണ് എടുത്തത്. സോ ആ ലെവൽ എന്ന് പറഞ്ഞ സാധനം ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിൽ നിന്നാണ് ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് എന്ന് വെച്ചാൽ ബ്രൗസർ കാണുന്ന, അതായത് നിങ്ങൾ യൂസേഴ്സ് കാണുന്ന സാധനമാണ് ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കളി നടക്കാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ ഞാൻ ഇൻസ്പെക്ട് എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ലെവൽ 1 ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ലെവൽ 1 ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി നിൽക്കുന്നത്. ദെൻ ലെവൽ ഈക്വൽ ടു 9999. ഓക്കെ, അതായത് ഐ എം ഗോയിങ് ടു ഹാക്ക് ദിസ് ഗെയിം. ഓക്കെ, 9999. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ കളി ഒന്ന് തോറ്റ് നോക്കാം, എന്തുണ്ടാവും പോണേ നോക്കാം. ബൂം, സിമ്പിളി വളരെ എളുപ്പമായിട്ട് ഈ ഗെയിം, എൻ്റെ ഗെയിം ഞാൻ തന്നെ ഹാക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ടോപ്പ് ലിസ്റ്റിൽ വരണ കാണാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ. സോ നിങ്ങൾ ഒരു ഗെയിമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബാക്ക് എൻഡിൽ കോഡ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഫ്രണ്ട് എൻഡിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാനിവിടെ ഫ്രണ്ട് എൻഡിൽ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രധാനം സ്കോർ ബോർഡല്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റണം എന്നൊരു രീതിയിലാണ്. അതായത് ഇത് തന്നെ ഭയങ്കര ലാഗായിട്ടാണ് പലരും പറയുന്നത്. അതായത് ഇതിൽ സൗണ്ടൊക്കെ വരുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് എൻഡ് സെർവർ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തതാണ്, റെൻറ്റിന് എടുത്തതൊന്നുമല്ല. റെൻറ്റിന് എടുത്താണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് പ്ലേയബിൾ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സിമ്പിൾ ഗെയിമാണ്. ഇതിൽ ബാക്ക് എൻഡ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഗെയിമാണ്. ഞാനൊരു ജസ്റ്റ് ഒരു സ്മോൾ പ്രൊജക്റ്റ്. സോ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ചെയ്തിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഗിറ്റ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ചാറ്റ് റൂമുള്ള ഈ ലിങ്കാണ് വേണ്ടെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നന്നായിട്ട് കളിക്കാനായിട്ടാണെങ്കിൽ, നല്ല സ്മൂത്തായിട്ട് കളിക്കാനാണെങ്കിൽ ഗിറ്റ് ഞാൻ ഹോസ്റ്റ് ചെയ്തൊരു ലിങ്ക് ഉണ്ട്, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ച് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും,
ഞാനിവിടെ പാസ്വേഡൊക്കെ എങ്ങനെയാണ് അപ്പോൾ സേവ് ചെയ്ത് വയ്ക്കുന്നത്? ഈ ബ്രൗസറിൽ തന്നെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും വന്ന് ഹാക്ക് ചെയ്തൂടെ? അങ്ങനെയല്ല ഗൈസ്. ഓക്കെ, അതായത് ഈ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഞാനൊരു ഡാറ്റാ ബേസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ 3 തരം കമ്പ്യൂട്ടറിലാണുള്ളത്. ഒന്ന് യൂസർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, രണ്ടാമത്തേത് എൻ്റെ സെർവർ റൺ ചെയ്യാനുള്ളത്, മൂന്നാമത്തെ ഈ ഡാറ്റാ ബേസും. ഓക്കെ, ഈ ഡാറ്റാ ബേസിൻ്റെ അകത്ത് എല്ലാ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ വലിയ ഒത്തൻറ്റിഫിക്കേഷനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഇതൊരു സിമ്പിൾ സൈറ്റാണ്. എല്ലാവരും 1 2 3 4 എന്നൊക്കെ പാസ്വേഡ് ഇട്ടാലും ഇത് മേ ബി ഓപ്പണായി വരും. ഓക്കെ, സോ ഈ ഡാറ്റാ ബേസിൽ വന്ന് നോക്കിയാൽ ഇവിടെയും ഞാൻ ഒരു ചെറിയൊരു സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്വേഡ് എക്സ്പോസ്ഡ് ആവേണ്ടതെന്ന് വെച്ചിട്ടാണ്. ബിക്കോസ് ഇത് ഹാഷ് കോഡാണ്, ഇത് ബീക്രിപ്റ്റാണ് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് പോലും ഇത് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനത്തെ ലെവലിലാണ് ഈ സംഭവം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ആ യൂസറിന് മാത്രമാണ് ഇനി ആ പാസ്വേഡ് വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് എനിക്ക് നോ വേ. ഓക്കെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പോലും ആ പാസ്വേഡ് എന്തിട്ടാന്ന് പോലും കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഗെയിം ഒന്ന് കളിച്ച് നോക്കുക. അതിൽ വല്ല ബഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു വലിയ ബഗ്ഗാണ് എനിക്കറിയാം, ബട്ട് ജസ്റ്റ് ഞാനൊരു ഫൺ പർപ്പസിന് മാത്രം ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് എനിക്കറിയായിരുന്നു അത് മുമ്പേ ഹാക്ക് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് കാരണം ഞാനതിൻ്റെ ഫ്രണ്ട് എൻഡിൽ തന്നെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് കോഡ്. ബാക്ക് എൻഡിലിടാണെങ്കിൽ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല. ഓക്കെ, കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലിലാക്കാൻ പറ്റും ബാക്ക് എൻഡിൽ വെക്കുകയാണെങ്കിൽ. സോ നിങ്ങളൊക്കെ ഇങ്ങനെ ഗെയിം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ബട്ട് പ്ലേയബിൾ ആണ്, നിങ്ങൾക്ക് കളിക്കണം. ഹാക്ക് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ്. കാരണം എന്താ പ്രശ്നം ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ? കാരണം എൻ്റെ ഗെയിം തന്നെയല്ലേ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഞാൻ അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇത് പാസ്വേഡൊന്നും ആർക്കും കിട്ടാനൊന്നും പോകുന്നില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഇട്ട ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേസൊക്കെ. എനിക്ക് വേണമെങ്കിൽ ഒരു വെബ് ഡെവലപ്മെൻറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും സീരീസ് സ്റ്റാർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോ കാണുന്നവരെ അതിൽ നിങ്ങൾ വെബ് ഡെവലപ്മെൻറ്റ് മൊത്തം പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വെബ് ഡിസൈനിങ് പഠിക്കേണ്ടി വരും. വെബ് ഡിസൈനിങ്ങിൽ വരുന്നത് HTML CSS JavaScript ആണ്. അതായത് നിങ്ങൾ ബ്രൗസറിൽ കാണുന്ന സംഭവങ്ങളാണ് HTML CSS ആൻഡ് JavaScript എന്ന് പറയുന്നത്. ആൻഡ് ബാക്ക് എൻഡിൽ വരുന്നതാണ് ഈ Node.js എന്ന് പറയുന്നത്. Node.js ബാക്ക് എൻഡ് സെർവറിലാണ് റൺ ആവുന്നത്. ദെൻ ഒരു ഡാറ്റാ ബേസും വേണം. സോ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരാം. സോ അത്ര കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ വെബ് ഡെവലപ്പർ ആകാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗെയിം ഇഷ്ടമാണെങ്കിൽ ഗെയിം ഇഷ്ടമായി എന്ന് പറയാം, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.